അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജനാധിപത്യ കേരളത്തിന് ഇസ്ലാമിക പ്രസ്ഥാനവും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള മുഖാമുഖങ്ങളുടെയും സംവാദങ്ങളുടെയും ഒരു വലിയ ചരിത്രം പറയാനുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. പുതിയ തലമുറക്ക് അത് ചരിത്ര പാഠങ്ങളാണെങ്കിൽ ഇന്നാട്ടിലുള്ള മുതിർന്നവർ അത് കേട്ടും അതിൽ ഭാഗവാക്കായും അതിൽ നിന്ന് പലതും പഠിച്ചും ഇസ്ലാമിക പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നവരാണ്. ഇസ്ലാമിക പ്രസ്ഥാനവും ഇവിടുത്തെ പ്രമുഖ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനവും ചരിത്രത്തിൽ ഒരിക്കൽ കൂടി മുഖാമുഖം സംവാദ മണ്ഡലത്തിൽ നിൽക്കുന്ന സന്ദർഭമാണിത്. ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ തുടങ്ങി മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങളുടെ പരിഹാരം കേവല ഭൗതികമാണോ അല്ലെങ്കിൽ ആത്മീയത കൂടി ഉൾക്കൊള്ളുന്നതാണോ എന്നതിലേക്ക് വികസിച്ച 21-ാം നൂറ്റാണ്ടിൻ്റെ പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസമാണോ ഇസ്ലാമാണോ, ഇങ്ങനെ നിരവധി ചർച്ചകളും സംവാദങ്ങളും ഈ രണ്ട് പ്രബല സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കിടയിലോ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രശ്നം അതൊന്നുമല്ല, അല്ലെങ്കിൽ അത് മാത്രമല്ല എന്നതാണ് പ്രത്യേകത. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇസ്ലാമിക പ്രസ്ഥാനം ഒരു ഭാഗത്തും ഇടതുപക്ഷ പ്രസ്ഥാനം മറുഭാഗത്തും നിന്നിട്ട് ഇപ്പോൾ സംവാദത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ്, അതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചാണ്, അതിൻ്റെ സംരക്ഷണത്തിൻ്റെ വഴികളെക്കുറിച്ചാണ്. ഇസ്ലാമിക വിപ്ലവ യുവജന പ്രസ്ഥാനം ഇപ്പോൾ തെരുവിൽ ആർത്തിരമ്പിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരായ എന്തെങ്കിലും ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് കേരളത്തെ കേരളമാക്കുന്ന പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുവാൻ ഇവിടുത്തെ സംഘടിത മതസ്ഥാപനങ്ങളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഇല്ലാതിരിക്കുന്നൊരു ഘട്ടത്തിൽ കേരളത്തിലെ ഇസ്ലാമിക വിപ്ലവ യുവജന പ്രസ്ഥാനം എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പശ്ചിമഘട്ടം സംരക്ഷിക്കണമെന്നും പ്രതിലോമ സമരത്തിൽ നിന്ന് സഭയും രാഷ്ട്രീയ പാർട്ടികളും പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്കിറങ്ങുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് 1970-കളോടുകൂടി കേരളത്തിലെ സൈലന്റ് വാലി പ്രക്ഷോഭത്തോടുകൂടി കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഉണ്ടായിത്തീർന്ന ഒരു പാരിസ്ഥിതികമായ വിവേകമുണ്ട്, അല്ലെങ്കിൽ പാരിസ്ഥിതികമായ ഒരു മേൽക്കൈയും മുൻകൈയുമുണ്ട്. അതിനെ കത്തോലിക്ക സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നിട്ട് തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ കൈയും കെട്ടി കണ്ണടച്ച് നോക്കി നിൽക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിന് സാധ്യമല്ലാത്തത് കൊണ്ടാണ്, അത് സന്നദ്ധമല്ലാത്തത് കൊണ്ടാണ് അത് തെരുവിലേക്ക് ഇറങ്ങിയത്. മറ്റൊരു കാരണം, ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ എന്തിനെക്കുറിച്ച് വേണമെങ്കിലും സംസാരിക്കാം. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, വേദപുസ്തകങ്ങളെക്കുറിച്ച്, പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ച്, എന്തിനെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചടക്കം ഇവിടെ സംവാദങ്ങളാകാം, ചർച്ചകളാകാം. പക്ഷേ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് ഇവിടെ ചില സഭകളും ചില
പരീശന്മാരും പാതിരിമാരും ചേർന്നിട്ട് അവിടങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ അടിയന്തരാവസ്ഥകൾ അനുവദിച്ചു കൊടുക്കാൻ ആര് തീരുമാനിച്ചാലും കേരളത്തിലെ വിപ്ലവ യുവജന പ്രസ്ഥാനം തീരുമാനിച്ചിട്ടില്ല എന്ന് അവരെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ്. ഇത് ജനാധിപത്യ കേരളമാണ്, ഇത് ജനാധിപത്യ കേരളമാണ് എന്ന നമ്മുടെ ബോധ്യത്തെ അതിനെ നമുക്ക് തന്നെ ഉറപ്പുവരുത്താൻ, അത് ഉറപ്പുള്ളതാക്കി തീർക്കാൻ, അതിനെ ഫലമുള്ളതാക്കി തീർക്കാനാണ് ചരിത്രത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് എഴുന്നേറ്റ് നിൽക്കുന്നത്. സോളിഡാരിറ്റിക്കോ ജമാഅത്തെ ഇസ്ലാമിക്കോ SIOവിനോ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ വള്ളി പുള്ളി വിസർഗ വ്യത്യാസങ്ങളില്ലാതെ നടപ്പിലാക്കണമെന്ന ഒരു മൗലികവാദവുമില്ല. അള്ളാഹുവിൻ്റെ കിതാബിലും പ്രവാചകൻ്റെ അധ്യാപനങ്ങളിലും സുന്നത്തിലും അടക്കം മൗലികവാദങ്ങളില്ലാത്തവരാണ്. അതിനെയൊന്നും അക്ഷരത്തിൽ വായിക്കാത്തവരാണ്. അതിൻ്റെ സന്ദർഭങ്ങൾ മനസ്സിലാക്കുന്നവരാണ് ഇസ്ലാമിക പ്രസ്ഥാനം. എന്നല്ല, മുസ്ലിം സമുദായത്തിനകത്ത് വിശുദ്ധ ഖുർആനിൻ്റെയും അള്ളാഹുവിൻ്റെ വെളിപാടിൻ്റെ അള്ളാഹുവിൻ്റെ കലാമിൻ്റെയും പ്രവാചകൻ്റെ അധ്യാപനങ്ങളുടെയും പാഠങ്ങളുടെയും കാര്യത്തിൽ അക്ഷരവായനാ ശാഠ്യങ്ങൾ പുലർത്തുന്നവരോട് മതത്തിനകത്തും സമുദായത്തിനകത്തും നിരന്തരമായ സംവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവരോട് തിരുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവരെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത സാമൂഹിക പ്രസ്ഥാനം കൂടിയാണ് ഇസ്ലാമിക പ്രസ്ഥാനമെന്ന് പറയുന്നത്. അത്തരമൊരു പ്രസ്ഥാനത്തിന് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഒരു ജൈവശാസ്ത്രജ്ഞനുണ്ടാക്കിയ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്ത ഒരു റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ അത് വള്ളിപുള്ളി വിസർഗ വ്യത്യാസങ്ങളില്ലാതെ അക്ഷരത്തിൽ വായിച്ച് നടപ്പിലാക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കത്തോലിക്ക സഭയോടും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഗാഡ്ഗിൽ കമ്മിറ്റിയും വിട്ടേക്ക്, കസ്തൂരി രംഗനെയും വിട്ടേക്ക്. പക്ഷേ ഈ പശ്ചിമഘട്ടത്തെ തകർച്ചയെ നേരിട്ട് കൊണ്ടിരിക്കുന്ന, ഇവിടുത്തെ മാഫിയകൾ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന, കോരിത്തീർത്തുകൊണ്ടിരിക്കുന്ന, കോറികളാക്കിയിട്ട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന, കേരളത്തെ കേരളമാക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ അവശേഷിക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള നിർദ്ദേശം എന്താണ്? ബദൽ എന്താണ്? പരിഹാരം എന്താണ്? കത്തോലിക്ക സഭയുടെ ഏറ്റവും പുതിയ മെത്രാനും മാർപ്പാപ്പയും പാരിസ്ഥിതിക വിവേകത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആർഭാടപൂർവം ആഘോഷിച്ച പാർട്ടി കോൺഗ്രസും അടിവരയിട്ടത് പാരിസ്ഥിതികമായ വിവേകത്തെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായ ഈ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങളുടെ വീക്ഷണം എന്താണ് എന്നതാണ് ഇടതുപക്ഷവും ഇസ്ലാമിക പ്രസ്ഥാനവും തമ്മിലുള്ള സംവാദമുഖത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ ഇസ്ലാമിക വിപ്ലവ യുവജന പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എനിക്ക് ചോദിക്കുവാനുള്ളത്. അവരുടെ നിലപാടെന്താണ് എന്നത് വളരെ വ്യക്തമാണ്. അതിന് ഒരുപാട് സംവാദങ്ങളൊന്നും ആവശ്യമില്ല. പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. കാര്യങ്ങൾ ആദർശപരമായ വലിയ സൈദ്ധാന്തിക സംവാദങ്ങളൊന്നുമില്ലാതെ പ്രായോഗികമായ അനുഭവങ്ങളിലൂടെയും നിലപാടുകളിലൂടെയും ആളുകൾ പ്രത്യയശാസ്ത്രങ്ങളും പ്രസ്ഥാനങ്ങളുമൊക്കെ പഠിക്കുകയും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലമാണിത്. ഗാഡ്ഗിൽ കമ്മിറ്റിയെക്കുറിച്ച് വേണ്ട, പശ്ചിമഘട്ടത്തെക്കുറിച്ച് CPIM-ന്റെ നിലപാടെന്താണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ കോഴിക്കോട്ടേക്ക് വണ്ടി കയറിയാൽ മതി. ഞാൻ വരുന്ന കോഴിക്കോട് ജില്ലയിലെ മാവൂരിലും ചക്കിട്ടപ്പാറയിലും കാക്കൂരിലും കഴിഞ്ഞ ഇടത് ഭരണകാലത്ത് കർണാടകയിലെ ഖനിക്കമ്പനികൾക്ക് ആ നാടുകളെ തുരന്നെടുക്കുവാൻ അനുവാദം നൽകിയത്, രാജ്യത്തിലെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് അനുവാദം നൽകിയത് ആരാണ് എന്ന് അവർക്ക് ഈ പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിലുള്ള നിലപാടെന്താണ് എന്ന കാര്യത്തിൽ മറ്റൊരു ചോദ്യത്തിനോ മറ്റൊരു ഉത്തരത്തിനോ പ്രസക്തിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ESI പരിധിയിൽപ്പെട്ട പ്രദേശമാണ്. ESI പരിധി എന്ന്
പറയുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ നിയമമല്ല, അവരുടെ ശുപാർശയല്ല. രാജ്യത്ത് നേരത്തെ തന്നെ നിലനിൽക്കുന്ന പാരിസ്ഥിതിക നിയമമാണത്. ആ നിയമങ്ങളെ കാറ്റിൽ പറത്തിയാണ് ചക്കിട്ടപ്പാറയിലും കാക്കൂരിലും മാവൂരിലും ഖനന മാഫിയകൾക്ക് കഴിഞ്ഞ ഇടത് ഗവൺമെന്റ് അനുവാദം നൽകിയത്. അതുകൊണ്ട് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ CPIM-നെയും സഖാവ് പിണറായി വിജയനെയും ശ്രീമാൻ എളമരം കരീമിനെയും ഏൽപ്പിച്ചാൽ അത് കോഴിക്കുഞ്ഞിനെ കുറുക്കൻ്റെ എടുത്ത് സംരക്ഷിക്കാൻ ഏൽപ്പിക്കുന്നതിന് സമാനമാണ് എന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുവാൻ എണ്ണത്തിൽ ഞങ്ങൾ എത്ര പരിമിതരാണെങ്കിലും രംഗത്തിറങ്ങുവാൻ സോളിഡാരിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഇടയലേഖനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും വലിയ രോഷമുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള അവരുടെ ഏറ്റവും വലിയ വിമർശനമെന്ന് പറയുന്നത് അത് മതത്തെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. മതത്തെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്തുന്നു എന്നതാണ്. CPIM ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ, ഇസ്ലാമിക പ്രസ്ഥാനത്തിനെതിരായിട്ട് ഒരുപാട് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ വലിയ ഒരു ക്യാമ്പയിനാണ്, പ്രചാരണമാണത്. CPIM-ന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോട് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അത് പ്രശ്നമായി തീരുന്നത് എപ്പോഴാണ്? ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടിത പൗരോഹിത്യം, അതിൻ്റെ കേരളത്തിലെ പതിപ്പുകൾ, കേരളത്തിലെ മലയോര പ്രദേശങ്ങളിലെ തങ്ങളുടെ വിശ്വാസികളെ അവരുടെ മതപരവും അവരുടെ ജീവിതപരവുമായ മുഴുവൻ വികാരങ്ങളും ഇളക്കി വിട്ടിട്ട് ഇടുക്കിയിലെ അച്ഛൻ പറഞ്ഞത് ഇടുക്കി കാശ്മീരായിട്ട് തീരുമെന്നാണ്. ഞങ്ങളെ മാവോയിസ്റ്റുകളാക്കരുതെന്ന മലയോര പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കേരളത്തിലെ ഗവൺമെൻറ്റും പോലീസും പറയുന്നത് മാവോ ഭീഷണിയാണ്. ഇന്ത്യ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ശ്രീമാൻ മൻമോഹൻ സിംഗ് അടിക്കടി ആവർത്തിച്ച് പറയുന്നത് മാവോ ഭീഷണിയെക്കുറിച്ചാണ്. ഗാഡ്ഗിൽ കമ്മിറ്റിയല്ല, കസ്തൂരി രംഗൻ നടപ്പിലാക്കിയാൽ ഞങ്ങൾ മാവോവാദികളാകേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന, അതിന് പള്ളിയെയും മതസംവിധാനങ്ങളെയും ഉപയോഗിക്കുന്ന, അതിന് ഇടയലേഖനങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങനെ ഇടവകക്കാരെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്ന സഭകളെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് പറയാനുണ്ട് എന്നറിയുന്നതിൽ നമുക്ക് താല്പര്യമുണ്ട്. അപ്പോൾ കാര്യം വ്യക്തമാണ്. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിലല്ല ശ്രീമാൻ പിണറായി വിജയന് ഉത്കണ്ഠകളുള്ളത്, ആകുലതകളും ഭീതികളുമുള്ളത്. മതം ഞങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് പിണറായി വിജയൻ്റെയും എളമരം കരീമിൻ്റെയും മാഫിയ കച്ചവട താല്പര്യങ്ങൾക്കെതിരായിട്ട് രംഗത്ത് വരുന്നതിലാണ് ഭീതിയും ഉത്കണ്ഠയുമുള്ളത് എന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതിന് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇവർക്ക് കുടിയൊഴിപ്പിക്കുന്നതിനെ കുറിച്ച് മലയോരങ്ങളിലെ കർഷകര് അവർ കുടിയൊഴിപ്പിക്കപ്പെടും എന്നതാണ് ഇങ്ങനെ രംഗത്ത് വരാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് അവർ വിശദീകരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഇതിൻ്റെ തൊട്ടുമുമ്പ് ഇതിനേക്കാൾ വലിയ യഥാർത്ഥമായ, ഇത് മുല്ലപ്പെരിയാർ പോലെയുള്ള വ്യാജപ്രചരണമല്ല, യഥാർത്ഥത്തിൽ ആളുകൾ അവരുടെ കിടപ്പാടങ്ങളിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന ഒരു മഹാകുടിയിറക്ക് ഭീഷണി കേരളം നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ആ കുടിയിറക്ക് ഭീഷണിയുടെ പേര് ദേശീയപാതയുടെ 45 മീറ്ററിലെ BOT അടിസ്ഥാനത്തിലുള്ള വികസിപ്പിക്കൽ എന്നാണ്. ഇവിടെ LDF-ഓ UDF-ഓ പലതരത്തിലുള്ള നിറങ്ങളിലുള്ള ഒരുപാട് കക്ഷികളുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഒറ്റ കക്ഷി മാത്രമേയുള്ളൂ. ആ കക്ഷിയുടെ പേര് സർവകക്ഷി എന്നാണ്, ഓൾ പാർട്ടി എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നോ കോൺഗ്രസ് പാർട്ടി എന്നോ അല്ല. ആ പാർട്ടിയുടെ പേര് ഓൾ പാർട്ടി എന്നാണ്, സർവകക്ഷി എന്നാണ് എന്ന്
തിരിച്ചറിഞ്ഞു കഴിഞ്ഞവരാണ് ഞങ്ങൾ. ഈ ഓൾപ്പാട്ടിക്കാര്, ഈ സർവകക്ഷിക്കാര് ലക്ഷക്കണക്കിന് ആളുകളെ ഒരു ഘട്ടത്തിൽ അവർ 30 മീറ്ററിൽ റോഡ് വികസിപ്പിക്കാൻ തങ്ങളുടെ കിടപ്പാടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊടുത്തവരാണ്. എന്നിട്ടവരോട് BOT കമ്പനികൾക്ക് തടിച്ചു കൊഴിക്കാൻ, ആ കമ്പനികളുടെ റിവായത്തുകൾ, അതിൻ്റെ സനതുകൾ അന്വേഷിച്ചാൽ അതെവിടെയൊക്കെയാണ് ചെന്ന് മുട്ടുക എന്ന് ചോദിച്ചാൽ അതിപ്പറയുന്ന പിണറായി വിജയൻ്റെയും എളമരം കരീമിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടിയുടെയും, ഇനി ഞാൻ പേര് പറഞ്ഞിട്ടില്ലാത്ത സർവ്വരാഷ്ട്രീയ തമ്പിരാക്കന്മാരുടെയും അവരുടെയൊക്കെ അടുക്കലേക്കാണ്, പേരുകളിലേക്കാണ് അത് ചെന്നവസാനിക്കുക എന്നതും ഇന്നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന അടുക്കള രഹസ്യങ്ങളാണ്. അന്നൊന്നും കാണിക്കാത്ത ഉത്കണ്ഠ എന്തുകൊണ്ടാണ് കുടിയിറക്കലിൻ്റെ പേരിൽ ഈ മലയോര കർഷകരുടെ കാര്യത്തിൽ അതിൻ്റെ പേര് പറഞ്ഞിട്ട് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും വ്യക്തമാണ്. ഈ ദേശീയപാത വിഷയത്തിൽ പാർട്ടികൾക്ക് പണം കൊടുക്കുന്നത് ഈ തെരുവോരങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരല്ല, മറിച്ച് BOT കമ്പനിക്കാരാണ്. മലയോരങ്ങളിൽ ഇവർക്ക് പണം കൊടുക്കുന്നത് കോറി, മണൽ ഖനന, ടൂറിസം മാഫിയകളാണ്. അപ്പോൾ പ്രശ്നം ഒരിക്കലും കുടിയൊഴിപ്പിക്കലിൻ്റെതല്ല, മറിച്ച് തങ്ങൾക്ക് കുടിക്കാനും തിന്നാനും പണം ലഭിക്കുന്നതിൻ്റെതാണ്, ഫണ്ട് ലഭിക്കുന്നതിൻ്റെതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് പ്ലീനം കൂടി പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. പ്ലീനത്തെക്കുറിച്ച് സോളിഡാരിറ്റിയുടെ സാരഥി എന്ന നിലക്ക് എനിക്ക് അഭിമാനമുണ്ട്. സോളിഡാരിറ്റിയുടെ ചരിത്രത്തിലേക്ക് തങ്കലിപികളിൽ രേഖപ്പെടുത്താൻ പ്ലീനം ഒരു സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നു. കേരളത്തിലെ ദേശീയപാത 45 മീറ്ററിൽ BOT അടിസ്ഥാനത്തിൽ വികസിപ്പിക്കുന്നതിന് തടസ്സം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് ആണെന്ന പ്ലീനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആത്മാഭിമാനത്തോടുകൂടി ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റ് നിങ്ങളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുന്നു. ഞങ്ങളുടെ സംഘടനാ ഓഫീസിൻ്റെ പൂമുഖത്ത് ഞങ്ങളത് സ്ഥാപിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇച്ചിരി അധികമാണ് എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ആ നിസ്വരായ മനുഷ്യർക്ക് വേണ്ടി നിങ്ങളാരും ചോദിക്കാനും പറയാനുമില്ലാത്ത നേരത്ത് ഞങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ മുന്നിലും ഇടത്തും വലത്തും പിന്നിലും പലരുമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ സർട്ടിഫിക്കറ്റ് തന്നത് ഞങ്ങൾക്ക് മാത്രമാണ്. അത് ഞങ്ങൾ അഭിമാനത്തോടുകൂടി ആത്മഹർഷത്തോടുകൂടി ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ സ്വീകരിക്കുന്നു. നിങ്ങളുടെ പ്രശ്നം അത് പ്ലീനം കൊണ്ട് തീരുന്ന പ്രശ്നമല്ല. പ്ലീനം എങ്ങനെയാണ് മ്ലാനമായി തീർന്നത് എന്ന് ചോദിച്ചാൽ അതും നമുക്കറിയാം. ദൈവത്തിൻ്റെ ഒരു നടപടിക്രമം പോലെ അതങ്ങേയറ്റം മ്ലാനമായിട്ട് പര്യവസാനിക്കേണ്ടി വന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ പ്ലീനത്തിൻ്റെ ഉള്ളടക്കം? തെർബീയത്തും തദ്കിയത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ തെർബീയത്ത് വീണ്ടെടുക്കണം, ആത്മസംസ്കരണം നേടിയെടുക്കണം. മോന്തായം വളഞ്ഞിട്ട് കഴുക്കോല് വളയാൻ പാടില്ല എന്ന് ഒരു കൂട്ടർ ശാഠ്യം പിടിച്ചാൽ അതെങ്ങനെയാണ് വളയാതിരിക്കുക? ആളുകൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തി കളയുന്നു. ആര്? ലോക്കൽ കമ്മിറ്റിയിലെ സാധുവായ പാർട്ടി ശമ്പളത്തിൽ 2000-ൽ ജീവിക്കുന്ന സഖാവ് ജീവിക്കാൻ ഗതിയും വഴിയുമില്ലാഞ്ഞിട്ട് അവൻ്റെ മുന്നിലുള്ള റിയൽ എസ്റ്റേറ്റ് സാധ്യതകൾ അവൻ തേടിപ്പോകുന്നു. അവൻ്റെ ഇമാമാരാണ്, അവൻ്റെ നേതാവാരാണ്? അവൻ്റെ നേതാവ് പിണറായി വിജയൻ തന്നെയാണ്. അവൻ്റെ നേതാവ് എളമരം കരീം തന്നെയാണ്. അവനൊരു തെറ്റും പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അത് വളരെ ദൈവത്തിൻ്റെ ഒരു നടപടിക്രമം പോലെ ആഘോഷപൂർവം കൊണ്ടാടിയ പ്ലീനത്തിൻ്റെ ഒടുവിൽ അതിൻ്റെ ക്ലൈമാക്സായിട്ട് അതിൻ്റെ പര്യവസാനമായിട്ട് അതവിടെ ലോകത്തിന് മുന്നിൽ കാണിക്കപ്പെടുകയും ചെയ്തു. ചാക്കി രാധാകൃഷ്ണൻ സ്പോൺസർ ചെയ്യുന്ന തെർബിയ പരിപാടി എങ്ങനെയാണ് ആളുകളിൽ കമ്മ്യൂണിസ്റ്റ് സംസ്കാരം ഉണ്ടാക്കുക എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ തെർബിയ പരിപാടി
പിശാചുക്കൾ സ്പോൺസർ ചെയ്യുന്ന പദ്ധതിയാണിത്. ആത്മസംസ്കരണത്തിനുള്ള പരിപാടികൾ, റിയൽ എസ്റ്റേറ്റുകാരുമായിട്ട് ബന്ധം വിച്ഛേദിക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രം വിളിച്ചു ചേർത്ത പ്ലീനങ്ങൾ നാട്ടിലെ ഏറ്റവും മൃഗീയനായ, ഏറ്റവും നിഷ്ഠൂരനായ ആളുകളെ കെട്ടിത്തൂക്കുന്ന, അങ്ങനെ നന്ന ചുരുങ്ങിയത് അങ്ങനെയുള്ളൊരു കേസെങ്കിലും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇവർ രാജ്യം ഭരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? രാജ്യത്തിൻ്റെ നിയമപ്രകാരം കേസ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുത്തൻ സ്പോൺസർ ചെയ്യുന്ന ആത്മസംസ്കരണ പരിപാടികൾ, തെറ്റുതിരുത്തൽ പ്രക്രിയകൾ എങ്ങനെയാണ് തെറ്റുതിരുത്തലുകളായിട്ട് മാറുക എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു പാർട്ടിയുടെ ഗതികേടിൻ്റെ പ്രശ്നമാണ്. ഈ ഗതികേടിന് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ നെഞ്ചത്ത് കയറിയിട്ടോ അതിനെ തെറിവിളിച്ചിട്ടോ പാർട്ടിക്ക് മറികടക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുമ്പ് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമരങ്ങൾക്കൊരു പാരമ്പര്യമുണ്ടായിരുന്നു. ആ സമരങ്ങൾ അത് ലക്ഷ്യങ്ങൾ നേടിയെടുത്ത, അടിയറവ് പറയാത്ത സമരങ്ങളായിരുന്നു. മുമ്പ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായാലും അതിൻ്റെ യുവജന പ്രസ്ഥാനമായാലും സമരമെന്ന് പറയുന്നത് വിജയം വരെയായിരുന്നു. ഇപ്പോൾ സമരമെന്ന് പറയുന്നത് വിജയൻ പറയുന്നത് വരെയാണ്. അങ്ങനെയാണ് സെക്രട്ടേറിയറ്റിലെ സമരങ്ങൾ. ലോകത്തിലെ നമുക്കൊക്കെ അതിൽ അപമാനമുണ്ട്. കാരണം നമ്മൾ സമരരംഗത്തുള്ളവരാണ്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പ് പോയിട്ട് സമരം ചെയ്യാൻ പറ്റാത്ത ഒരു കോലത്തിലേക്ക് നമ്മളെയൊക്കെ ഇവർ ആക്കി തീർത്തിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് സമരമാണല്ലേ എന്ന് ചോദിച്ചാൽ ആളുകളുടെ ഒരു ആക്കിയ വർത്തമാനമുണ്ട്. അത് നമ്മളടക്കം സഹിക്കേണ്ടി വരികയാണ്. ഇക്കോലത്തിലേക്ക് കേരളത്തിലെ സമരചരിത്രത്തെ അധപ്പതിപ്പിച്ചത് ഇവരുടെ അടുക്കളകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടനാഴികളിലെ ഇടപാടുകളാണ് ഒരു പ്രസ്ഥാനത്തെ ഈ കോലത്തിൽ ആക്കി തീർത്തിട്ടുള്ളത്. പ്ലീനത്തിൽ രണ്ട് യുവജന സംഘടനകളാണ് പരാമർശിക്കപ്പെട്ടത്. ഒന്നവരുടെ സ്വന്തം യുവജന പ്രസ്ഥാനമായ DYFI ആണ്, മറ്റൊന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് ആണ്. DYFIയെ കുറിച്ച് പാർട്ടി സെക്രട്ടറി പറയുന്നത് അതങ്ങേയറ്റം നിർജീവമാണ്. സോളിഡാരിറ്റിയെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ സജീവത ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നതാണെങ്കിൽ, മറുഭാഗത്ത് സ്വന്തം യുവജന പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് ഒരു പണിയുമെടുക്കുന്നില്ല, ഒരു പരിപാടിയും നടക്കുന്നില്ല. അതിന് സ്വരാജ് വിശദീകരണം പറഞ്ഞു. വിശദീകരണമാണ് പണിയേക്കാൾ വലിയ അബദ്ധമെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അത് സ്വരാജ് പറഞ്ഞത്, സഖാവേ നാടിങ്ങനെയാണ്, ഒന്നിനും ആളെ കിട്ടുന്നില്ല. ഇത് DYFIയുടെ കുഴപ്പമല്ല, ഇത് നാടിൻ്റെ കുഴപ്പമാണ്, കാലത്തിൻ്റെ കുഴപ്പമാണ്. ആ കാലത്തിൻ്റെ കുഴപ്പത്തിൻ്റെ വാരിക്കുഴിയിൽ ചെന്ന് വീണ് കഴിഞ്ഞ ഒരു യുവജന പ്രസ്ഥാനത്തിന്, മുതലാളിത്തത്തിൻ്റെ മഹാവാരിക്കുഴികളിൽ ചെന്ന് ആപതിച്ചു കഴിഞ്ഞ ഒരു യുവജന പ്രസ്ഥാനത്തിന് പിണറായി വിജയൻ എത്ര കണ്ണുരുട്ടിയാലും ഒരു ചുക്കും ഈ രാജ്യത്ത് ചെയ്യാൻ പോകുന്നില്ല, ചെയ്യുക സാധ്യമല്ല എന്ന് സോളിഡാരിറ്റിയെക്കുറിച്ച് പാർട്ടി കോൺഗ്രസും പാർട്ടി സമ്മേളനവും അതൊന്നും മതിയാകാഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്ലീനങ്ങളും കൂടിയിട്ട് നെഞ്ചത്തടിച്ച് കരയുക എന്നത് മാത്രമാണ് ചരിത്രപരമായ നിങ്ങളുടെ നിയോഗവും വിധിയും ഗതിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് പ്രശ്നത്തിൻ്റെ പരിഹാരം. നിങ്ങളത് മനസ്സിലാക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ആ മനസ്സിലാക്കലാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിനെതിരായ അർത്ഥശൂന്യമായ ആക്രോശങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടുത്തെ പ്രബുദ്ധരായ വായനക്കാരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനം അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. അതിൻ്റെ സംവാദങ്ങൾ വളരെ കൃത്യമാണ്. പശ്ചിമഘട്ടത്തെക്കുറിച്ച്, ദേശീയ പാതയെക്കുറിച്ച്, ഇത് ഇസ്ലാമാണോ കമ്മ്യൂണിസമാണോ ശരി, ഇസ്ലാമിക പ്രസ്ഥാനമാണോ ഇടതുപക്ഷ പ്രസ്ഥാനമാണോ ശരിയെന്ന് പഠിക്കാൻ ഇനി പഴയ പാഠപുസ്തകങ്ങളോ സാഹിത്യങ്ങളോ
പ്രത്യയശാസ്ത്രങ്ങളുടെ വിശദീകരണ പുസ്തകങ്ങളോ മാനിഫെസ്റ്റോകളോ പഠിച്ചെടുക്കേണ്ടതില്ല. വളരെ കൃത്യമായിട്ട് യുദ്ധമുഖത്ത് അതിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ രണ്ടും നിൽക്കുന്നുണ്ട്. അവരുടെ നിലപാടുകൾ ഇവിടെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ ഗാഡ്ഗിൽ കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞു. എൻഡോസൾഫാൻ പ്രശ്നമുണ്ടായപ്പോൾ അതിനെ ഒരു വലിയ ദേശീയ ദുരന്തമായിട്ട് ആഘോഷിച്ച ആളുകളാണ് ഇവിടുത്തെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള അവരുടെ യുവജന പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള ആളുകൾ. ഒരു കാലത്തത് പറയാൻ സോളിഡാരിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെക്കാൾ മുമ്പിലോടിയിട്ട് സുപ്രീം കോടതിയിലെത്തിയ ആളുകളാണ് അവരോട് ഞങ്ങൾ ചോദിക്കുന്നു, എൻഡോസൾഫാൻ എന്ന് പറയുന്നത് അതൊരു ആക്സിഡന്റിന്റെ പേരല്ല, മറിച്ച് വളരെ തെറ്റായ ഒരു കൃഷി രീതിയുടെ, ഒരു വികസന രീതിയുടെ പ്രശ്നമാണത്. ആ തെറ്റായ വികസന രീതിയെക്കുറിച്ചാണ് സഖാക്കളെ ഗാഡ്ഗിൽ കമ്മിറ്റി സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും ഇസ്ലാമിൻ്റെ ബഹുസ്വരവും ജനാധിപത്യപരവുമായ മുന്നേറ്റത്തെ ഏത് CC-മാരോ ഏത് CPM-ഓ എത്ര തലകുത്തി മറിഞ്ഞാലും അതിനെ തടുത്തു നിർത്തുക സാധ്യമല്ല. അത് തടുത്തു നിർത്തുക സാധ്യമല്ല എന്നതിൻ്റെ സർവ്വ സൂചനകളും ചരിത്രത്തിൻ്റെ ചക്രവാളത്തിൽ, അതിൻ്റെ നഭോമണ്ഡലത്തിൽ, അതിൻ്റെ എല്ലാ നക്ഷത്രങ്ങളും, അതിൻ്റെ വാഗ്ദത്ത നക്ഷത്രങ്ങൾ, അതിൻ്റെ എല്ലാ വഴികാട്ടികളായ നക്ഷത്രങ്ങളും, അതിൻ്റെ ധ്രുവ നക്ഷത്രങ്ങൾ പിറന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക്, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് ഒരു ദളിത് പെൺകുട്ടിക്ക് തന്നോടൊപ്പമുള്ള ആടിനെ ചെന്നായ പിടിക്കുമോ എന്നല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലം സംഭവിക്കുക തന്നെ ചെയ്യും. അത്തരമൊരു പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ദൈവത്തിന് സ്തുതി. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.